ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏവർക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. താൽക്കാലികമായ ഫലം അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നോയമ്പ് നോക്കുമ്പോൾ നാം വിശുദ്ധരും, നോമ്പ് കഴിയുമ്പോൾ വീണ്ടും പണ്ടത്തെക്കാളും കൂടുതലായി അശുദ്ധ ജീവിതം നയിക്കുന്നവരും ആയിത്തീരുന്ന പ്രവണത പലരിലും ദർശിക്കുവാനായി സാധിക്കും. യേശു ഇതിന് ദൃഷ്ടാന്തമായി അത്തിയെ എടുക്കുന്നതായി വിശുദ്ധ മത്തായി 21:18 മുതലുള്ള ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാം വാക്യത്തിൽ അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു എന്ന് പറയുന്നു. പിന്നെ എല്ലാം അറിയാവുന്ന യേശു എന്തിന് അത്തിയെ ശപിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ വിശുദ്ധ മർക്കോസ് 11:22 മുതലുള്ള ഭാഗത്തെ യേശു ശപിച്ച അത്തി ഉണങ്ങിപ്പോയ കാര്യം പത്രോസ് ഓർമ്മിപ്പിച്ചപ്പോൾ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കൂ എന്ന സത്യം ശിഷ്യന്മാരെ മനസ്സിലാക്കുവാനാണ് യേശു ഇങ്ങനെ ചെയ്തത്. യേശു അത്തിയെ ഉണക്കുവാനോ വിശന്നതിന്റെ ദേഷ്യം തീർക്കുവാനോ അല്ല അങ്ങനെ ചെയ്തത്. നമ്മിലും കൂദാശ അനുഭവങ്ങളായ ഇലകളും പുതുനാമ്പുകളും ഇഷ്ടം പോലെ ഉണ്ട്. ദൈവം നമ്മിലും തിരയുന്നത് നിലനിൽക്കുന്ന ഫലങ്ങളാണെന്ന സത്യം നാം വിസ്മരിക്കരുത്. ഒരു മാവിൽ വളർന്നു വരുന്ന ഇത്തിൾ കണ്ണികൾ ഒരു ചെറിയ കിളി ഇത്തിളിന്റെ ഒരു വിത്ത് കൊണ്ടുവന്ന് വെച്ചതാണ്. കാലക്രമേണ അത് വളർന്ന് മാവിന്റെ നേര് ഊറ്റി കുടിച്ച് ഒട്ടും ഫലം പുറപ്പെടുവിക്കാൻ പറ്റാത്തതുപോലെ ആക്കി തീർക്കുന്നു. ഒരു ചെറിയ ദുസ്വഭാവം വളർന്ന് ഒരു ഫലവും പുറപ്പെടുവിക്കാത്ത അനുഭവത്തിൽ നമ്മെ എത്തിച്ചേർക്കുന്നു. ഇനി ആ മാവിൽ ഫലം കായ്ക്കാൻ ഇത്തിൽ പിടിച്ച കൊമ്പുകൾ മുറിച്ചു മാറ്റണം. നമ്മുടെ ജീവിതത്തിലും ഒരു മുറിച്ചുമാറ്റലിന്റെ അനുഭവം ആവശ്യമാണ്. ദാവീദിന്റെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ സന്ധ്യയ്ക്ക് മട്ടിപ്പാവിൽ ഉലാത്തിയ ദാവീദിൽ മോഹത്തിന്റെ വിത്ത് സാത്താൻ ഇട്ടു. ഉരിയാവിന്റെ ഭാര്യ ബേർശേബയെ ഉപായത്താൽ തന്റേതാക്കി മാറ്റുവാൻ ഈ മോഹം ഇടയാക്കി. മോഹം ഗർഭം ധരിച്ച് പാവത്തെ പിറന്നു എന്ന് വചനം പറയുന്നു. യഹോവയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഫലം കായ്ച്ചുകൊണ്ടിരിക്കുവാൻ സാധിക്കൂ എന്ന് 1-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുന്നു. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. യിരെമ്യാ പ്രവാചനം 17:7 ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും എന്ന് വായിക്കുന്നു. ഫലം കായ്ക്കാതിരുന്നാൽ അവൻ വെട്ടിക്കളയും. ഫലം കായ്ക്കാൻ ദൈവം ഓരോ അവസരങ്ങൾ നമുക്ക് തരും, അത് നഷ്ടമാക്കരുത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:17 നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. നല്ല ഫലം കായ്ക്കുവാനായി നമ്മെ ചെത്തി വെടിപ്പാക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:2 എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു എന്ന് വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ ചെത്തി വെടിപ്പാക്കലും ചുവടുകിളക്കലും വളമിടിയിലും നടക്കുന്നുണ്ട്. അതിലൊന്നും ഫലം കായ്ച്ചില്ല എങ്കിൽ ദൈവം നമ്മെ വെട്ടി തീയിലിടുന്ന കാര്യം നാം മറക്കരുത്. നമ്മുടെ ജീവിതത്തിലെ വേദനകൾ ഈ വെട്ടലും കിളക്കലുമാണെന്ന് ഉള്ള ബോധ്യത്തോടെ ദൈവത്തോട് ചേർന്നിരുന്ന് നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഭാഗത്തു നിന്നും വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.